എന്ത് സംഭവിച്ചു? ഷിങ്കുവിന് എന്ത് സംഭവിച്ചു? പിന്നെ വീട്ടിൽ ഒരു പുതിയ അതിഥി വരുന്നുണ്ട്. പോയിട്ടോ കയ്യിൽ പോയി എന്ത് വ്ലോഗല്ലേ അത് ഇവിടെ എടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ വ്ലോഗ് എടുക്കാനൊക്കെ മറന്നു. സോ ഗൈസ് വി ആർ ബാക്ക്. അപ്പം കുറേ കാലങ്ങൾക്ക് ശേഷം എല്ലാവർക്കും യാസിൻ വ്ലോഗ്സ് ഫാമിലിയിലോട്ട് സ്വാഗതം. എടാ ഇത് മഴയാണോ പെയ്യുന്നേ? മഞ്ഞ്, വയനാട്ടിൽ കനത്ത മഞ്ഞ് വീഴ്ചയാണ് ഗൈസ്. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ നല്ല മഞ്ഞ് വീഴുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നു. ഇല്ല ഒരുപാടില്ലെങ്കിലും കുറച്ച്. പിന്നെ എന്ത് സംഭവിച്ചു, പിന്നെ ചാനൽ പൂട്ടിപ്പോയോ, നിങ്ങൾ എവിടെയാണ്, ഷിങ്കു എവിടെയാണ്, ഉമ്മ എവിടെ, എല്ലാവരും എവിടെ, ഞാൻ എവിടെയാണെന്നുള്ളത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, മടി കാരണം വീഡിയോസ് ഇടാത്തതാണ്. സോ ഇന്ന് മുതൽ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിനാണ് മഞ്ഞ് മഴ എന്ന് പറയാ. ഡാഡി രാവിലെ തന്നെ ചളി തുടങ്ങി. ചളിയല്ല, എന്തോരറിയോ സ്ട്രോങ്ങാ കണ്ണു ആ മമ്മി. സോ കണ്ണാപ്പി ഇവിടെ രാവിലെ തന്നെ എത്തിക്കണ്. എല്ലാരും വിചാരിച്ച ബ്ലോഗ് എടുക്കാൻ വന്നാണ്. ആണ് കണ്ണാപ്പി വന്ന് ഇന്നത്തെ കണി മൊത്തം കൊളാവും തോന്നുന്നത്. അപ്പം ഇത്രയും കാലം നമ്മൾ ഫോണിലായിരുന്നു എടുത്തോണ്ടിരുന്നത്. ഈ വട്ടം ഞാൻ എന്താക്കി ഗോപ്രോയില് മാറ്റി ഗോപ്രോയിലാണ് വീഡിയോസ് എടുക്കുന്നത്. അപ്പം എന്ത് സംഭവിച്ചു? ഷിങ്കുവിന് എന്ത് സംഭവിച്ചു? പിന്നെ വീട്ടിൽ ഒരു പുതിയ അതിഥി വരുന്നുണ്ട്. അതിഥി പറഞ്ഞുതരാം. ഇന്നത്തെ വീഡിയോ കാണിക്കണ്ട, നാളത്തെ വീഡിയോയിൽ കാണിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവക്കാടോ പൂവിട്ടിരിക്കുകയാണ്, അതൊക്കെ കാണിച്ചു തരാം. ആദ്യം തന്നെ വയനാടൊന്ന് കാണിച്ചു തരാം. സോ ഗൈസ് നോക്കൂ എമ്മാരി കോടയാണെന്ന്. അത്രയും കോടയിലാണ്. അതായത് ഷിങ്കു റഷ്യയിൽ നിന്ന് എന്താണ് വ്ളോഗ് എടുക്കാത്ത ഒരുപാട് പേര് ചോദിച്ചു. ഷിങ്കുവിന് അവസാന വർഷമാണ്, ഇനി 4-5 മാസം കൂടി പഠിക്കാനുള്ളൂ. അപ്പം എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ തിരക്കിലാണ്. അതിനുശേഷം ഓക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ FMGൻ്റെ എക്സാം ഉണ്ടാവും. അതായത് ഇന്ത്യൻ മെഡിക്കൽ ടീമിൻ്റെ വക ഒരു എക്സാം ഉണ്ട്. എന്നാലാണ് ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യാനും അല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പഠിത്തം തുടങ്ങിയിട്ടുണ്ട്. അപ്പം ബിസി ആയതുകൊണ്ടാണ് എക്സാം വീഡിയോസ് ഒന്നും ഇടാത്തത്. ഫുൾ എന്താണ് യെസ് പഠിത്തം. അതുകൊണ്ടാണ് അതെ ഞാനൊന്ന് രക്ഷപ്പെടല്ലേ. സോ അത്രേ ഉള്ളൂ. രാവിലെ തന്നെ നല്ലൊരു കാപ്പി കുടിച്ച് ആരംഭിച്ചിരിക്കുകയാണ് അല്ലേ മാ? പോയിട്ടോ എന്ത് കയ്യിൽ പോയി എന്ത് വ്ലോഗല്ലേ അത് ഇവിടെ എടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ വ്ലോഗ് എടുക്കാനൊക്കെ മറന്നു. ഇതിപ്പോ എന്താ എനിക്ക് കിട്ടണ എങ്ങനെ അറിയോ? ഇനിയിപ്പോ പുതിയ വെക്കാൻ തുടങ്ങിയില്ലേ എങ്ങനെ ഗായ്സ്? ഞങ്ങള് രാവിലെ എണീറ്റ് ഗായ്സ് ഞങ്ങൾ കാപ്പി പിടിച്ച് ഞങ്ങൾ അവിടെ പോകുന്നു. ഇത് അതുപോലെ ഉണ്ട്. അതങ്ങനെ തന്നെ. ഇനിയൊരു ഫ്ലോയിലോട്ട് വരണ. യാസിൻ വ്ലോഗ്സിലും വീഡിയോസ് എടുക്കാറില്ല. ഇതേപോലെ എടുത്തുവെച്ച കൊറേ വീഡിയോ ഞങ്ങളുടെ പെട്ടിയിലുണ്ട് ഗായ്സ്. ധ്യാൻ ശ്രീനിവാസന്റെ ഇപ്പൊ എന്റെ യൂട്യൂബ് ചാനലിന്റെ അവസ്ഥ ധ്യാൻ ശ്രീനിവാസന്റെ മാതിരിയാണ്. ഇറങ്ങണ എല്ലാം പൊട്ടിപ്പോവാ, നിർത്തി പൊട്ടുക. എന്നാലും ഞങ്ങൾ ഇറക്കും. പിന്നെ ഇറങ്ങാതെ വെക്കുന്ന ധ്യാനം പോലെ ഇറക്കാതെ വെക്കുന്ന കുറെ പടകളുണ്ട്. എന്തായാലും പൊട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ ധ്യാന്റെ അതേ കോൺഫിഡൻസ് ആണ് ഞങ്ങൾക്ക് ഉള്ളത്. പൊട്ടിയാലും ഞങ്ങൾ ഇറക്കും. എല്ലാം തിരുമ്പി വരില്ല, പൊട്ടിയിട്ട് ഇറക്കുമല്ലോ. വർഷങ്ങളോ ഞാൻ കണ്ടാ കുഴപ്പമൊന്നുമില്ല. അപ്പൊ സോ ഗൈസ് എന്താ വിശേഷങ്ങൾ എന്നുള്ളത് കാണിച്ചു തരാം. എന്നാ വാ ഉമ്മ വാ. എവിടെ ഗൈസ് ഉമ്മ ഗാർഡൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഗൈസ് വയനാട് അതിമനോഹരം. നമ്മളെ ടോക്കിയോ അതിനും മനോഹരം. നമ്മളെ ബീവി ഇവിടുത്തെ പൂച്ചക്കുട്ടിയാണ്. പിന്നെ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഇതാണ് ഇവിടുത്തെ പൂച്ചക്കുട്ടി. ഓൾ അതിനും വലിയ ടീമാ. ഓക്ക് ക്യാമറയിൽ വീഡിയോയിൽ വരണമെങ്കിൽ പൈസ കൊടുക്കണം എന്നാണ്. വേണോ? അതൊന്നല്ല, ഞാൻ പൂവിന്റെ ഇടയിൽ നിക്ക, ഇവിടെ വന്ന് എടുത്തോന്നാ പറഞ്ഞേ. ഓയ് ഇങ്ങനെ നിക്കണേ.
ഇതൊക്കെ സിംഗുവിന്റെ ആൾക്കാരട്ടോ. എവിടെ ഗൈസ് അക്കു ഇവിടെ ഗാർഡൻ ഉണ്ടാക്കിയതാണ് പറയുന്നത്, എവിടെയാണെന്നറിയില്ല. ഓക്കെ, അവിടെ ഒരു വലിയൊരു കുളം വന്നിക്കണ്, അതുപോലെ അവിടെ ഒരു കുളം വന്നിക്കണ്, 2 കുളം. ഉമ്മ രാത്രി ബീറടിക്കല്ലോ. നമ്മളെ മാംഗോ മരം പൂവിട്ട് തുടങ്ങിയിരിക്കുകയാണ്. എവിടെ ഇത് ഗാർഡനിലേക്ക് പോകാനുള്ള വഴി. ഇവിടെ ടിക്കറ്റ് കൗണ്ടറും ഇത് സലാം ഖാൻ അങ്ങോട്ട് പോകാനുള്ള വഴിയാണ്. അവിടെ അങ്ങോട്ട് കട്ട് ചെയ്ത് ഗാർഡനിലേക്ക് പോകാം. ഓൺ പ്രോസസിങ്. വൻ ഗാർഡൻ ഗൈസ്. ഇവിടെ ഇരിക്കാൻ 2 ഇരിപ്പിടോ. സൂപ്പർ സൂപ്പർ. ഇവിടെ ഒരു കുപ്പിയിൽ ആർട്ട് വർക്കും ഉണ്ട്. ഇതാരാണാവോ ഈ താടിയൊക്കെ വെച്ച്? ഇതൊക്കെ ആരാണാവോ? ഞാൻ ശിങ്കു അല്ലാന്ന് തോന്നുന്നു. അയ്യോ, ഞങ്ങളെ കല്യാണത്തിന്റെ കുപ്പി ഇത് ടോക്കിയോന് കളിക്കാൻ കൊടുത്തിക്ക. ഞാനും ശിങ്കു. സിംഗുന് കുഴപ്പമൊന്നുണ്ടല്ലോ ടോക്കിയോ കളിക്കാൻ കൊടുത്താല്. ടോക്കിയോ സിംഗുന്റെ ആളാ. ഏതാണ് ഇവിടുത്തെ? അവിടെ ഉണ്ട്. ഇത്ര രാവിലെ എണീക്കാത്തോണ്ടില്ലേ ഇതൊന്നും അറിയണില്ലല്ലേ? എത്ര മഞ്ഞുണ്ട്. എന്നും മഞ്ഞുണ്ടാവലുണ്ട് ഇങ്ങനെ. ഇന്നെന്തുകൊണ്ട് എണീച്ച പറ. കണ്ണാപ്പി വന്നോണ്ട്. ആക്ച്വലി ഞങ്ങൾ ഈ സമയത്തൊന്നും എണീക്കാറില്ല. ഞങ്ങൾ എണീക്കുമ്പോ ഇതല്ല വയനാട്. ഇതല്ല വയനാട്. ഞാൻ എണീക്കുമ്പോ ചൂടുള്ള വയനാട്. പിന്നെ ഇങ്ങനെ ഫേസ് വയനാട്ടിന് ഞങ്ങൾക്ക് ഇല്ല. ഞങ്ങൾക്ക് അറിയുന്ന വയനാട് ഇങ്ങനല്ല. നമ്മള് എല്ലാ ആരും ചോദിച്ചാലും പറയും വയനാട്ടിലോ മഞ്ഞോ ഒന്നുമില്ല. ഇവിടെ മഞ്ഞും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ വെയിലാണ്. ഇങ്ങോട്ട് ആരും വരണ്ട. അപ്പുറത്തെ വീട്ടിൽ നിന്നാണെങ്കിലും ഇപ്പുറത്തെ വീട്ടിലോട്ടാണ്. അപ്പം ഇത് അല്ലേ ഈ മരത്തിന്റെ വിടുന്നുള്ളത് നമുക്കാ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അധികാരം ഞങ്ങൾക്കാ. തലട്ടോ നോക്കണ്ട. ഞങ്ങള് പറിക്കട്ടെ. മരം അപ്പുറത്താണെങ്കിലും വിളവ് ഇപ്പുറത്തേക്കാ. അങ്ങോട്ടേക്ക് ഒന്നും അവിടെ നിന്നൊന്നും വാർത്ത ഞങ്ങൾ അങ്ങോട്ട് വിട്ടില്ലല്ലോ. ഇവിടുന്ന് അങ്ങോട്ട് എന്ത് പോകണ്ടെങ്കിലും വെട്ടിക്കോട്ടോ. ഇന്ന് തന്നെ പറിക്കുള്ളൂ. ഇത് പയത്തിയില്ല. ഒന്നും പറ്റിയില്ല. ഇല്ലല്ല ഇല്ല ആയില്ല. വെറുതെ നമ്മളെ കൊണ്ട് എല്ലാം നോക്കിപ്പിക്കാനുള്ള പരിപാടിയാ. ഒന്നും പറ്റിയില്ല.